എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ കയ്യടി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കയ്യടിയാണ്. നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതിനിപ്പോ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ രണ്ടുപേര് കൈയടിച്ചില്ല, അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ, ആരെങ്കിലും ഒക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ. ഇവര് തിരിച്ചു ചോദിക്കൂല്ലോ, ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ, ഇത് രാത്രി അല്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പൊ തന്നെ നമ്മൾ വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിന് അണികളുണ്ട്, കോൺഗ്രസിന് അംഗങ്ങളുണ്ട്, പക്ഷേ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാ പുള്ളി പറഞ്ഞു, അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ എന്റെ കയ്യിലുണ്ട്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൈബർ ശക്തിയെ കുറിച്ച് നിനക്ക് അറിയില്ല. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്ര മതിയോ? അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട്. സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നീ വേണേ ചെയ്തു. കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയത് കൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ആ സമരം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. ഒരക്ഷരം പോലും തെറ്റിയില്ല. എന്റെ എല്ലാ മാനവും പോയി. പക്ഷെ കാലം കടന്നുപോയി, കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ളൊരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ കണ്ട ഒപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയാം. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. എങ്ങനെ? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. കേട്ട് ഞാൻ മടുത്തു. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. വർഗീയത എന്ന് പറയുന്നത് മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഏതെങ്കിലും ഒരു വർഗം, ആ വർഗമാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും നമ്മളാണ് നന്മയുടെ പക്ഷം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നതിന്. അതിന് മതവുമായിട്ട് മാത്രം ബന്ധമല്ല, രാഷ്ട്രീയവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കുറേയുണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു, ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ, ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന്. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത്. ഒരു കയ്യബദ്ധം
നാറ്റിക്കരുത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോ ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, വല്ല പ്രശ്നം ഉണ്ടാകുന്നു, രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ മാന്നാർ മത്തായിൽ പറയുമല്ലോ, അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന്. അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ചയെ പാർട്ടിയിൽ ഇല്ലാത്തവരാണ്, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, അത് പോയെന്ന് പറയും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇതാണ് ഞാൻ പറയുന്നത്, താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ്. ആ അവകാശമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂര